നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ചില ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്പ് ക്രഷായി പോവുക അല്ലെങ്കിൽ എക്സിറ്റായി പോവുക അല്ലെങ്കിൽ ആ ഒരു ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരിക എന്നൊക്കെ പല സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലത്തെ ആപ്പുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകിൽ നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ആപ്പിനകത്ത് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ആ ഒരു ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ആപ്പാണെങ്കിലും ആ ആപ്പ് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആപ്പ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ക്ലിയർ ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർക്കുക, മൊബൈൽ നമ്പർ പോലുള്ള ലോഗിൻ ചെയ്യുന്ന ആപ്പുകളാണെങ്കിൽ ലോഗിൻ നഷ്ടപ്പെടും, വീണ്ടും ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വാട്സപ്പ് പോലുള്ള ആപ്പുകളൊക്കെ ആണെങ്കിൽ അത് എക്സിറ്റ് ആയി പോകും. രണ്ടാമത് ലോഗിൻ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റകളൊക്കെ മിസ്സാകും. അപ്പം ലോഗിൻ ചെയ്യുന്ന ആപ്പുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റോറേജ് ആൻഡ് യൂസേജിന് പകരം താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഡാറ്റകളൊന്നും മിസ്സാകില്ല. അത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരു വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുക. മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇല്ലെങ്കിലും നിങ്ങളുടെ ആപ്പുകൾ ഓപ്പൺ ചെയ്യാൻ പ്രയാസപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എബൌട്ട് ഡിവൈസ് എന്നോ അല്ലെങ്കിൽ എബൌട്ട് മൊബൈൽ ഫോൺ എന്നോ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സിസ്റ്റം അപ്ഡേറ്റ് എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഇതുപോലെ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ പേര് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് ഒരു രക്ഷയുമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നവരെ കാത്തിരിക്കുക. കാരണം പഴയ അപ്ഡേറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പുകൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.